നമസ്കാരം. എല്ലാവർക്കും ടൂൾസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കേട്ടറ്റിൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് റിവിഷനാണ്. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്ത് ആരംഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് തുടക്കം മുതലേ പഠിക്കാൻ വേണ്ടിയിട്ടല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഭാഗങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഏരിയകൾ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് റിവൈസ് ചെയ്തു പോവാം. പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊരു ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ചുവടെ വിഗ്രഹിച്ചെഴുതിയവയിൽ ശരിയായത് ഏത്? സ്വർഗതുല്യം, സ്വർഗം പോലെ തുല്യം, കാഞ്ചനകശലം, കാഞ്ചനവും കാഞ്ചനകലശം, കാഞ്ചനവും കലശവും, സംസാരസാഗരം, സംസാരമാകുന്ന സാഗരം, മണ്ണെണ്ണ, മണ്ണിന്റെ എണ്ണ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ട് വിഗ്രഹിച്ചെഴുതിയത് എന്നുള്ളത്. വിഗ്രഹിച്ചെഴുതുക നമ്മൾ ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് പഠിക്കുന്നത്? സമാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് പഠിക്കുന്നത് അല്ലെ? അപ്പോൾ സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമാസം എന്ന് പറഞ്ഞാൽ വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം എന്നാണ് ആര് പറയുന്നത്? കേരള പാണിനി പറയുന്നത്. അതായത് വിഭക്തി ഇല്ലാതെ നമ്മൾ 7 വിഭക്തികൾ പഠിക്കുന്നുണ്ട്. ഈ വിഭക്തി ഇല്ലാതെ ഉള്ള പദങ്ങളുടെ യോഗത്തെ അല്ലെങ്കിൽ പദങ്ങളുടെ ചേർച്ചയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാസം എന്ന് പറയുന്നത്. അതായത് 2 പദങ്ങൾ ചേർന്ന് വരുന്നത്. ഇപ്പൊ സ്വർഗതുല്യം, സ്വർഗം, തുല്യം എന്ന് 2 പദങ്ങൾ വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ 2 പദങ്ങൾ നമ്മൾ അതിനിടയിൽ ചേർക്കുന്ന വിഭക്തി അല്ലെങ്കിൽ മറ്റ് വാക്കുകൾ ഇത് ഉൾപ്പെടുത്താതെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത്. ക്ലിയർ? സമാസം പല രീതിയിലുണ്ട്. പല രീതിയിലുള്ള പല വിഭജനങ്ങളുണ്ട് സമാസത്തിന്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഇതിൽ ഏതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ? നിങ്ങൾ സമാസമൊക്കെ കൃത്യമായിട്ട് പഠിച്ച ആളുകളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കാം. ഞാൻ ആൻസർ പറയാം. സംസാരസാഗരമാണ് കറക്റ്റായ ആൻസർ വരുന്നത്. സംസാരമാകുന്ന സാഗരം. സ്വർഗതുല്യം എന്ന് പറഞ്ഞാൽ സ്വർഗതുല്യം. അതുപോലെ കാഞ്ചന കലശം, മണ്ണെണ്ണ എങ്ങനെയാണ് വിഗ്രഹിക്കുക? മണ്ണിൽ നിന്ന് എടുക്കുന്ന എണ്ണയാണ് എന്ത്? മണ്ണെണ്ണ എന്ന് പറയുന്നത് അല്ലെ? കാഞ്ചന കലശം എന്ന് പറഞ്ഞാൽ കാഞ്ചനത്തിന്റെ കലശം. കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ് അർത്ഥം. സ്വർഗതുല്യം, സ്വർഗം പോലെ തുല്യം എന്നുള്ളതല്ല കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് സംസാരസാഗരം, സംസാരമാകുന്ന സാഗരം എന്ന് പറയുന്നത് ഏതിന് ഉദാഹരണമാണ്? ഏത് സമാസത്തിനാണ് ഉദാഹരണം? ആകുന്ന എന്ന് വരുന്നത് ഏത് സമാസമാണ്? രൂപക സമാസമാണ്. രൂപക സമാസം. ഓക്കെ, രൂപക സമാസം. അപ്പോൾ വിഗ്രഹിക്കുന്ന സമയത്ത് ആകുന്ന എന്ന് വരുവാണെങ്കിൽ അത് രൂപക സമാസമാണ്. ഓക്കെ, വിഗ്രഹിക്കുന്ന സമയത്ത് ആകുന്ന എന്ന് വരികയാണെങ്കിൽ അത് രൂപക സമാസം. ഇനി വിഗ്രഹിക്കുന്ന സമയത്ത് ആയ എന്നാണ് വരുന്നതെങ്കിലോ, അത് ഏത് സമാസമാണ് വരുന്നത്? കർമ്മധാരായ സമാസമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ കർമ്മധാരായയിൽ ആയുണ്ട്. അതുപോലെ വിഗ്രഹിക്കുന്ന സമയത്തും ആയ വന്നു കഴിഞ്ഞാൽ അത് കർമ്മധാരായ സമാസമാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് വിഭക്തി ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള 7 വിഭക്തികൾ വിഗ്രഹിക്കുന്ന സമയത്ത് വരികയാണെങ്കിൽ അത്തരം സമാസത്തെ നമ്മൾ തൽപുരുഷ സമാസം എന്നാണ് പറയുന്നത്. തൽപുരുഷ സമാസം. ഇപ്പൊ കാഞ്ചന കലശം എന്ന് പറഞ്ഞു. കാഞ്ചനത്തിന്റെ കലശം അല്ലെങ്കിൽ ഉടേ എന്ന് വരുന്നത് ഏത് വിഭക്തിയുടെ പ്രത്യയമായിട്ടാണ് വരുന്നത്? ന്റെ അല്ലെങ്കിൽ ഉടേ എന്ന് പറയുന്നത് സംബന്ധികയുടെ പ്രത്യയമായിട്ടാണ് വരുന്നത് അല്ലെ? സംബന്ധിക വിഭക്തിയുടെ പ്രത്യയമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഏത് സമാസമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സംബന്ധിക തൽപുരുഷൻ എന്ന് പറയാം.
അല്ലെങ്കിൽ പ്രതിഗ്രാഹികയാണ് വരുന്നതെങ്കിൽ പ്രതിഗ്രാഹികാ തൽപുരുഷൻ എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് വിഭക്തിയുടെ പേര് ചേർത്തും എന്ത് പറയാം, തൽപുരുഷ സമാസത്തെ പറയാവുന്നതാണ്. ഓക്കെ, ഈ ചോദ്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ സമാസത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി അടുത്തത് ഒരു നമുക്കറിയാലോ, മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു GK ആണ്, അല്ലെങ്കിൽ കറണ്ട് അഫയർ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് അവാർഡുകൾ. അപ്പോൾ ഇത് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് 2024 വയലാർ പുരസ്കാരം നേടിയ എഴുത്തുകാരനും കൃതിയും ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശ്രീകുമാരൻ തമ്പി, ജീവിതം ഒരു പെൻഡുലം, അശോകൻ ചെരുവിൽ, കാട്ടൂർ കടവ്, ഏഴാച്ചേരി രാമചന്ദ്രൻ, ഒരു വെർജീനിയൻ വെയിൽക്കാലം, VJ ജെയിംസ്, നിരീശ്വരൻ. അപ്പൊ ഇതിൽ ഏതാണ് വയലാർ പുരസ്കാരം നേടിയത് കൃതി? എല്ലാം വയലാർ പുരസ്കാരം നേടിയ കൃതിയാണ്. 2024 വയലാർ പുരസ്കാരം നേടിയ കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി അശോകൻ ചെരുവിലാണ്, കാട്ടൂർ കടവ്. അപ്പൊ അവാർഡുകൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകണം. നമുക്ക് വയലാർ അവാർഡുണ്ട്, ജ്ഞാനപീഠമുണ്ട്, അതുപോലെ തന്നെ ഓടക്കുഴലുണ്ട്, എഴുത്തച്ഛനുണ്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമി ഉണ്ട്, കേരള സാഹിത്യ അക്കാദമി ഉണ്ട്, അങ്ങനെ ഒത്തിരി അവാർഡുകളുണ്ട്. അപ്പൊ നമുക്കതൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോവാം. റീസെന്റ് ആയിട്ട് വന്നത് 2025 സാഹിത്യ പുരസ്കാരങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതില് 2025 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് KG ശങ്കരപിള്ളയ്ക്കാണ്. KG ശങ്കരപിള്ള കവിയാണ്. സമഗ്ര സംഭാവനയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം എപ്പോഴും എന്തിനാണ് കൊടുക്കുക? സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ പ്രത്യേകമായിട്ടൊരു കൃതി നമുക്കതിന് പറയാനില്ല. എഴുത്തച്ഛൻ പുരസ്കാരം 2025 കിട്ടിയിട്ടുള്ളത് KG ശങ്കരപിള്ളയ്ക്കാണ്, സമഗ്ര സംഭാവന. ഇനി 2025 വയലാർ അവാർഡ് നേടിയിട്ടുള്ളത് E സന്തോഷ് കുമാറാണ്. കൃതി തപോമയുടെ അച്ഛൻ, നോവലാണ് തപോമയുടെ അച്ഛൻ എന്ന് പറയുന്നത്. അടുത്തത് ഓടക്കുഴൽ അവാർഡാണ്. ഓടക്കുഴൽ അവാർഡ് EP രാജഗോപാലൻ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനാണ് കിട്ടിയിട്ടുള്ളത്. കൃതി ഉൾക്കഥ. ഉൾക്കഥ എന്ന് പറയുമ്പോൾ കഥയാണോ നോവലാണോ എന്ന് വിചാരിക്കുന്നത്. നിരൂപണ കൃതിയാണ് ഉൾക്കഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓടക്കുഴൽ അവാർഡ് ഒരു നിരൂപണ കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നോർക്കുക. 2024 ഓടക്കുഴൽ അവാർഡ് കാട്ടൂർ കടവ് എന്ന് പറയുന്നത് നോവലാണ്. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ജീവിതം ഒരു പെൻഡുലം എന്ന് പറഞ്ഞിട്ടുള്ള ആത്മകഥയ്ക്ക്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് ഒന്ന് നോക്കി വെച്ച് പോവാട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അഖിൽ P ധർമ്മജന്റെ റാം കെയർ ഓഫ് ആൻഡിയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈയിടെ ബെസ്റ്റ് സെല്ലർ ആയിട്ട് പോയിട്ടുള്ള ഒരു കൃതിയാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. അപ്പൊ അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീജിത്ത് മൂത്തേടത്ത് എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനാണ്. കൃതി പെൻഗിനുകളുടെ വൻകരയിൽ. പെൻഗിനുകളുടെ വൻകരയിൽ. അടുത്തത് ONV സാഹിത്യ പുരസ്കാരമാണ്. പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ബഷീർ അവാർഡാണ്. ബഷീർ അവാർഡ് PN ഗോപികൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണ്. PN ഗോപികൃഷ്ണൻ കഴിഞ്ഞ വർഷം അതായത് 2024 നമുക്ക് ഓടക്കുഴൽ അവാർഡ് കിട്ടിയ ആളായിരുന്നു PN ഗോപികൃഷ്ണൻ. അടുത്തത് പത്മരാജൻ പുരസ്കാരമാണ് നോവലിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. S ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴു എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് പത്മരാജൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പത്മരാജൻ പുരസ്കാരം ചെറുകഥ PS റഫീഖിന്റെ ഇടമലയിലെ യാക്കൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറുകഥയ്ക്കാണ് പത്മരാജൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പത്മരാജൻ പുരസ്കാരം നോവലിനുണ്ട്, ചെറുകഥയ്ക്കുണ്ട്. നോവൽ S ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴു എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് കിട്ടിയിട്ടുള്ളത്. ചെറുകഥയാണെങ്കിൽ PS റഫീഖിന്റെ ഇടമലയിലെ യാക്കൂബ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി തകഴി സാഹിത്യ പുരസ്കാരം KP സുധീരയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. സമഗ്ര സംഭാവന. ഓക്കെ, അപ്പൊ സമഗ്ര സംഭാവന നമ്മൾ 3 എണ്ണം പറഞ്ഞു. ONV സാഹിത്യ പുരസ്കാരം, തകഴി സാഹിത്യ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം. ഓക്കെ, അടുത്തത് പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ. മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് KR മീര. ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് E സന്തോഷ് കുമാറാണ്. കൃതി തപോമയുടെ അച്ഛൻ. ഓക്കെ, അപ്പോൾ വയലാർ അവാർഡ് നേടിയിട്ടുള്ള
സെയിം കൃതിക്ക് തന്നെ എന്തും കിട്ടി, മലയാറ്റൂർ അവാർഡും കിട്ടി. ക്ലിയർ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് പറയുന്നത്. ഇത് 2024 പുരസ്കാരമാണ്. പക്ഷെ പ്രഖ്യാപിച്ചിട്ടുള്ളത് 2025 കേട്ടോ. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതിൽ 2024 അവാർഡുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. 2025 പ്രഖ്യാപിച്ചിട്ടുള്ളത്. നോവൽ GR ഇന്ദുഗോപന്റെ ആനോ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ കവിത അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്നുള്ള ഈ ഒരു പേരിലുള്ള കവിതയ്ക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത്. ചെറുകഥ വി ശിനിലാലിന്റെ ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര വി ശിനിലാൽ. നാടകം ശശിധരൻ നടുവിലിന്റെ പിത്തളശലഭം എന്ന് പറഞ്ഞിട്ടുള്ള നാടകത്തിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. സാഹിത്യ വിമർശനമാണെങ്കിൽ ജി ദിലീപൻ എഴുതിയിട്ടുള്ള രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ. ഇനി വൈജ്ഞാനിക സാഹിത്യത്തിലേക്ക് വരുമ്പോൾ പി ദീപക്, അദ്ദേഹത്തിന്റെ കൃതി നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ അതിന് കിട്ടിയിട്ടുള്ളത് ഡോക്ടർ കെ രാജശേഖരൻ നായരാണ്. ഞാൻ എന്ന ഭാവം എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി യാത്രാവിവരണം KR അജയന്റെ ആരോഹണം ഹിമാലയം എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ നോവൽ, കവിത, ചെറുകഥ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് 2 വരികൾ തന്നിട്ടുണ്ട്. വനമല്ലിക പൂത്തു വാസന ചുരിയുന്നു, വനദേവിമാർ നൃത്തം വെക്കുന്നു നില എന്ന് പറഞ്ഞിട്ടുള്ള സഹ്യന്റെ മകൻ, വൈലോപ്പിള്ളിയുടെ കവിതയാണ് സഹ്യന്റെ മകൻ എന്ന് പറഞ്ഞിട്ടുള്ള കവിത. സഹ്യന്റെ മകൻ എന്ന കവിതയിലെ ഈ വരികൾക്ക് സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തുക. അപ്പൊ സമാന താളത്തിലുള്ള വരികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ ട്യൂണിൽ ചൊല്ലാൻ പറ്റുന്ന വരികൾ ഏതാണ് എന്നുള്ളത്. അപ്പൊ നമുക്കതെങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും ഒരു ട്യൂൺ ഇട്ടിട്ട് നമുക്കിത് പാടി നോക്കാം. അതല്ലെങ്കിൽ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നമുക്ക് ഇതിലെ ഓരോ വരിയിലെയും അക്ഷരങ്ങൾ എത്രയാണ് എന്ന് എണ്ണി നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം, ഈ തന്നിട്ടുള്ള ചോദ്യത്തിൽ തന്നിട്ടുള്ള വരികളിൽ ആദ്യത്തെ വരിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 വരികൾ. 14 അക്ഷരങ്ങൾ. 14 അക്ഷരങ്ങൾ തന്നെയല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 അക്ഷരങ്ങളാണുള്ളത്. ഇനി ഓരോ വരിയിലും എത്ര അക്ഷരങ്ങളുണ്ട് നമുക്ക് ഓപ്ഷനിൽ ഓരോ വരിയിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇതിൽ ആദ്യത്തെ വരിയിൽ 14 അക്ഷരം ഉണ്ട്. ഓക്കെ, നമ്മളിതിൽ എന്താണ് അക്ഷരമായിട്ട് ചില്ലക്ഷരങ്ങൾ അക്ഷരങ്ങളായിട്ട് കൂട്ടില്ല. അപ്പൊ ഇതിൽ വാർത്തിങ്കൾ എന്ന് പറയുന്ന അതിൽ എന്നുള്ളത് അക്ഷരമായിട്ട് കൂട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 അക്ഷരങ്ങളാണ് ഉള്ളത് രണ്ടാമത്തെ വരിയിൽ. ഇനി മൂന്നാമത്തേൽ 1 2 3 4 5 6 7 8 9 10 11 അക്ഷരങ്ങളാണ് ഉള്ളത്. ഇനി ലാസ്റ്റ് ഓപ്ഷനിൽ 1 2 3 4 5 6 7 8 9 അക്ഷരങ്ങളാണ് ഉള്ളത്. ഓക്കെ, നോക്കൂ, അപ്പൊ നമുക്ക് ഇവിടെ 14 അക്ഷരമാണ് കിട്ടിയത്. ഒരേപോലെ അക്ഷരങ്ങൾ കിട്ടുന്നതാണ് നമുക്ക് ഒരേ താളത്തിൽ ചൊല്ലാൻ പറ്റുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ ആദ്യത്തെ വരിയിൽ 14 അക്ഷരമാണുള്ളത്. അതേപോലെ ആദ്യത്തെ വരിയിൽ 14 അക്ഷരമുള്ള ഓപ്ഷൻ ഏത് ഓപ്ഷനിലെ വരിയിലാണോ ഉള്ളത് അങ്ങനെ വരുന്നതിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരേ ഈണത്തിൽ ചൊല്ലാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആദ്യത്തെ വരിയിൽ 12 അക്ഷരമാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ പ്രകാരമാണെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും ഉത്തരം. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു, പറഞ്ഞ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക്
ഇതില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇങ്ങനെ കണ്ടെത്തുമ്പോൾ അതെന്താണ്, നമുക്ക് ടൈം കൺസ്യൂമിങ് അല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലൊരു ട്യൂണൊക്കെ ഇട്ട് എക്സാം ഹാളിലൊന്ന് ചൊല്ലി നോക്കാം. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത് എന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്ന കൂട്ടത്തിൽ ദ്രാവിഡ മധ്യമങ്ങൾ വരാത്ത കൂട്ടം ഏത്? ദ്രാവിഡ മധ്യമങ്ങൾ വരാത്ത കൂട്ടം ഏത്? അപ്പൊ ദ്രാവിഡ മധ്യമങ്ങൾ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണിത്. അക്ഷരങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. സ്വരാക്ഷരങ്ങളുണ്ട്. സ്വരാക്ഷരങ്ങൾ നമ്മൾ രണ്ട് രീതിയിൽ തിരിക്കുന്നുണ്ട്. ഹ്രസ്വം ദീർഘം എന്ന് തിരിക്കുന്നുണ്ട്. അതുപോലെ സമാനാക്ഷരം സന്ധ്യക്ഷരം എന്ന് തിരിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ പിന്നീട് വരുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ വർഗാക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്. കവർഗം, പവർഗം, തവർഗം, ചവർഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ മറ്റൊരു വിഭജനം വരുന്നത് ഖരം, അധിഖരം, പ്രയത്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അക്ഷരങ്ങളെ വിഭജിക്കുന്നതാണ് ഖരം, അധിഖരം, മൃദു, ഘോഷം, അനുനാസികം എന്നിങ്ങനെ. ഓക്കെ, ഇനി ഉച്ചാരണവേളയിൽ തടസ്സം സംഭവിക്കുന്ന സ്ഥലത്തെ അടിസ്ഥാനമാക്കി നമ്മൾ വീണ്ടും വ്യഞ്ജനാക്ഷരങ്ങളെ തിരിക്കുന്ന കണ്ഠ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം എന്ന് തിരിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മധ്യമങ്ങൾ, അതുപോലെ തന്നെ ഊഷ്മാക്കൾ, ഘോഷി, ദ്രാവിഡ മധ്യമങ്ങൾ എന്നൊക്കെ തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ദ്രാവിഡ മധ്യമങ്ങളിൽ പെടാത്ത കൂട്ടം, ദ്രാവിഡ മധ്യമങ്ങൾ വരാത്ത കൂട്ടം ഏതൊക്കെയാണ്? ദ്രാവിഡ മധ്യമങ്ങളിൽ വരുന്ന അക്ഷരം ള, അതുപോലെ ഴ, റ. ഇതാണ് ദ്രാവിഡ മധ്യമങ്ങളിൽ പെടുന്ന അക്ഷരങ്ങൾ. അപ്പൊ ള, ഴ, റ വരാത്ത കൂട്ടം ഏതാണ്? ക, ഹ, അറയിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ഓപ്ഷൻ എ അല്ല. അതുപോലെ ച, ഴ വരുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി അല്ല. ഇനി ട, ല, ഉ, സ അതിൽ വരുന്നില്ല. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് ഓപ്ഷൻ ഡി കൂടി നോക്കാം. ഷ, ത, ള, എ വരുന്നത്. അപ്പൊ ള വരുന്നത് കൊണ്ട് ഇതുമല്ല ഓപ്ഷൻ വരുന്നത്. ക്ലിയർ. അപ്പൊ ദ്രാവിഡ മധ്യമങ്ങൾ വരാത്ത കൂട്ടമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ദ്രാവിഡ മധ്യമങ്ങൾ? ള, ഴ, റ എന്നിവയാണ് ദ്രാവിഡ മധ്യമങ്ങൾ എന്ന് പറയുന്ന അക്ഷരം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് അടുത്തത് വരുന്നത്. കുളിച്ചു വന്നു എന്ന വാക്യം വിനയച്ചത്തിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ്. മുൻവിനയച്ചം, തൻവിനയച്ചം, പിൻവിനയച്ചം, നടുവിനയച്ചം. ഏത് വിനയച്ചത്തിലാണ്? വിനയച്ചം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ക്രിയ എന്നാണ് അർത്ഥം. വിന അല്ലെങ്കിൽ എച്ചം എന്ന് പറഞ്ഞാൽ ക്രിയ എന്നാണ് അർത്ഥം. വിന എച്ചം രണ്ട് വാക്കിന്റെയും അർത്ഥം എന്താണ്? ക്രിയ എന്നാണ് അർത്ഥം. ക്രിയ അല്ലെങ്കിൽ കൃതി എന്നാണ് അർത്ഥം. ക്ലിയർ. അപ്പോൾ വിനയച്ചം എന്ന് പറഞ്ഞ ക്രിയയാണ്. ഏത് തരത്തിലുള്ള ക്രിയകൾ? നമ്മൾ 5 തരത്തിലുള്ള ആണ് പഠിക്കുന്നത്. മുൻവിനയച്ചം, തൻവിനയച്ചം, പിൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. ഇങ്ങനെ ഇതില് കുളിച്ചു വന്നു എന്ന വാക്യം ഏത് വിനയിച്ച വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ എ ആണ്, മുൻവിനയച്ചമാണ്. കുളിച്ചു വന്നു എന്ന് പറയുന്നത് മുൻവിനയച്ചമാണ്. അപ്പൊ എന്താണ് മുൻവിനയച്ചം എന്ന് പറയുന്നത്? മുൻവിനയച്ചം എന്ന് പറയുന്നത് നമ്മുടെ ഭൂതകാലത്തിൽ ചെയ്ത ഒരു ക്രിയയാണ് മുൻവിനയച്ചം എന്ന് പറയുന്നത്. അപ്പൊ ഭൂതകാലത്തിൽ കുളിച്ചു വന്നു എന്ന് പറയാണ്. അപ്പൊ കുളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് അല്ലെ. അപ്പൊ അവിടെ ആദ്യത്തെ ക്രിയ എന്താണ്? ആദ്യത്തെ ക്രിയ ഭൂതകാലക്രിയയാണ്. അപ്പൊ ഭൂതകാലക്രിയയിൽ വരുന്ന ക്രിയയാണ് നമ്മൾ എന്ത് പറയാ? ഭൂതകാലക്രിയയിൽ വരുന്ന ക്രിയകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ വിനയച്ചത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മുൻവിനയച്ചം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഭൂതകാലത്തിൽ വരുന്ന വിനയച്ചത്തെ നമ്മൾ എന്ത് പറയുന്നു? മുൻവിനയച്ചം എന്ന് പറയുന്നു.
ഇനി മുൻവിനേച്ചത്തില് ഈ അല്ലെങ്കിൽ ഇട്ട് അങ്ങനെ ഭൂതകാലം വരുന്ന ഏത് ഉദാഹരണവും ഏത് ക്രിയാ ഉദാഹരണവും നമുക്ക് എന്ത് പറയാം, മുൻവിനേച്ച ഉദാഹരണത്തില് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് തന്നിട്ടുള്ള ബാക്കി വിനേച്ചങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. പിൻവിനേച്ചം നോക്കാം. പിൻവിനേച്ചം എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാം. പിന്നെ വരുന്നത് എന്നുള്ള രീതിയിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ ഭാവി എന്നുള്ള രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാം കേട്ടോ. ഭാവി കാലക്രിയയാണ് പിൻവിനേച്ചം എന്ന് പറയുന്നത്. ഓക്കെ, ഭാവി കാലക്രിയയാണ് പിൻവിനേച്ചം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യയം വരുന്നത് ആൻ എന്നുള്ളതാണ്. ആൻ, പിൻവിനേച്ചത്തിന്റെ പ്രത്യയം വരുന്നത് ആൻ എന്നുള്ളതാണ്. കാണാൻ, കേൾക്കാൻ, പറയാൻ, ഓടാൻ, ഇങ്ങനെ ആയിരിക്കില്ല തരിക. നമുക്കൊരു സെന്റൻസ് പോലെയാണ് തരിക. കാണാൻ വന്നു, കേൾക്കാൻ പറഞ്ഞു, ഓടാൻ പോയി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു സെന്റൻസ് ആയിട്ടാണ് നമുക്ക് തരിക. അപ്പൊ അതില് സെന്റൻസ് ആയി തരുന്ന സമയത്ത് നമ്മളെപ്പോഴും ആദ്യത്തിലെ ക്രിയയാണ് നോക്കേണ്ടത്. ആദ്യത്തിലെ ക്രിയ നോക്കിയിട്ടാണ് നമ്മൾ അത് ഏത് വിനേച്ചമാണ് എന്ന് കണ്ടെത്തേണ്ടത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് തൻവിനേച്ചം. തൻവിനേച്ചം പ്രത്യേകമായിട്ടുള്ള ഒരു കാലം അതിനില്ല. ഓക്കെ, പ്രത്യേകമായിട്ട് ഒരു കാലം, ഇപ്പൊ ഭൂതകാലാണോ ഭാവി കാലാണോ വർത്തമാനകാലമാണോ അങ്ങനെ പ്രത്യേക കാലമൊന്നും തൻവിനേച്ചത്തിനില്ല. പ്രത്യയം വരുന്നത് ശ്രദ്ധിക്കുക. തൻവിനേച്ചത്തിന്റെ പ്രത്യയം വരുന്നത് ഏ അവേ എന്നുള്ളതാണ്. ഏ അവേ. അപ്പൊ കാണേ, കേൾക്കേ, കാണവേ, കേൾക്കവേ എന്നൊക്കെ പറയുന്നത് തൻവിനേച്ചത്തിന് ഉദാഹരണമാണ്. ഇനി നടുവിനേച്ചം നോക്കാം. നടുവിനേച്ചത്തിനും കാലമില്ല. പ്രത്യയം വരുന്നത് ആ, ക, ഉ, ക എന്നുള്ളതാണ്. ആ, ക, ഉ, ക എന്നുള്ളതാണ് പ്രത്യയമായിട്ട് വരുന്നത്. കാണുക, പറക, കേൾക്ക, അറിയുക, കാണുക, പറയുക, കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഏതിനുദാഹരണമാണ്? നടുവിനേച്ചത്തിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് ഓപ്ഷനിൽ ഇല്ലാത്ത ഒരു വിനേച്ചം കൂടിയുണ്ട്. അത് പാശ്ചിക വിനേച്ചമാണ്. പാശ്ചിക വിനേച്ചത്തിന് എന്തില്ല? കാലമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യയം വരുന്നത് ഇൽ, കിൽ, ഉകിൽ, ആൽ എന്നുള്ളതാണ്. ഇൽ, കിൽ, ഉകിൽ, ആൽ. ഇപ്പൊ കാൺകിൽ, കാണുകിൽ, കണ്ടാൽ എന്ന് പറയും. പഠിച്ചാൽ ജയിക്കും, കളിച്ചാൽ വിയർക്കും എന്ന് പറയാം. അപ്പൊ നമ്മളതിലെ ആദ്യത്തെ ക്രിയയാണ് നോക്കേണ്ടത്. ആദ്യത്തെ ക്രിയ നോക്കിയിട്ട് വേണം അത് ഏത് വിനേച്ചമാണ് എന്ന് കണ്ടെത്താൻ. ഓക്കെ, വിനേച്ചം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് വിഭക്തിയാണ്. വിഭക്തി നമുക്കറിയാം എന്താണ് വിഭക്തി എന്നുള്ളത്. വിഭക്തി പ്രത്യയങ്ങൾ 7 തരം പ്രത്യയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് വിഭക്തി പ്രത്യയമായിട്ട്. അതില് പ്രത്യയം ഇല്ലാത്ത വിഭക്തി ഏത് എന്നുള്ളതാണ് ചോദ്യം. പ്രത്യയം ഇല്ലാത്ത വിഭക്തി ഓപ്ഷൻ നോക്കൂ. ഉദ്ദേശിക, നിർദ്ദേശിക, സംബന്ധിക, സംയോജിക. അപ്പൊ എന്താണ് വിഭക്തി? നാമത്തിനോ സർവനാമത്തിനോ മറ്റു പദങ്ങളോടുള്ള ബന്ധം കുറിക്കാൻ ആ നാമത്തിന്റെ ഒടുവിൽ ചെയ്യുന്ന രൂപഭേദത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? വിഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു നാമത്തിനോ അല്ലെങ്കിൽ ഒരു സർവനാമത്തിനോ മറ്റു പദങ്ങളോടുള്ള ബന്ധത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ നാമത്തിന്റെ ഒടുവിൽ ചേർക്കുന്ന രൂപഭേദമാണ്, അല്ലെങ്കിൽ നാമത്തിനൊടുവിൽ ചെയ്യുന്ന രൂപഭേദമാണ് ഏത്? വിഭക്തി എന്ന് പറയുന്നത്. 7 തരം വിഭക്തികളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ, പ്രത്യയമില്ലാത്ത വിഭക്തി ഏത്? ഉദ്ദേശിക, നിർദ്ദേശിക, സംബന്ധിക, സംയോജിക. ഏതാണ്? ഓപ്ഷൻ ബി, നിർദ്ദേശികയാണ് പ്രത്യയം ഇല്ലാത്ത വിഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യയമില്ലാത്ത വിഭക്തി ഏതാണ്? നിർദ്ദേശിക വിഭക്തിയാണ്, പ്രത്യയമില്ല. ഞാൻ എന്ന് പറയുന്നത്, അതുപോലെ സീത എന്ന് പറയുന്നത്, നീ എന്ന് പറയുന്നത്, അതിലൊന്നും എന്തില്ലല്ലോ? പ്രത്യയമില്ല അല്ലെ? അപ്പൊ അങ്ങനെ പ്രത്യയമില്ലാതെ വരുന്നതാണ് നിർദ്ദേശിക വിഭക്തി. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസുകൾ നോക്കാം. ഉദ്ദേശിക. ഉദ്ദേശികയുടെ പ്രത്യയമായിട്ട് വരുന്നത്, പ്രത്യയങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. പ്രത്യയങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ
എളുപ്പം നമുക്ക് കിട്ടും. ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയം ക്ക് അല്ലെങ്കിൽ ന് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക്, സീതയ്ക്ക്, രാമന് എന്ന് പറയാണ്. ന് എന്നുള്ളത് എപ്പോഴാ വരിക? ഇൻ എന്നുള്ളതിൽ അവസാനിക്കുന്ന വാക്കിന്റെ കൂടെയാണ് നമ്മളെപ്പോഴും എന്ത് ഉപയോഗിക്കുക? ന് എന്ന് ഉപയോഗിക്കുക. ന് അല്ലെങ്കിൽ എന്ന് പറയട്ടോ, എന്നുള്ള സൗണ്ട്. അപ്പൊ അങ്ങനെ പറയാം. അതെപ്പോഴാണ് ഉപയോഗിക്കുക? ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ചിഹ്നത്തിൽ അവസാനിക്കുന്ന, ചിലക്ഷരത്തിൽ അവസാനിക്കുന്ന വാക്കിന്റെ കൂടെയാണ് നമ്മൾ ഈ ന് എന്നുള്ളത് ചേർക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ പറയാണ് രാമൻ. രാമൻ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക പ്രത്യേകം ചേർത്ത് രാമൻക്ക് എന്ന് വായിക്കൂ? ഇല്ല. അവൻ എന്നതിന്റെ കൂടെ ക്ക് ചേർത്ത് അവൻക്ക് എന്ന് പറയൂ? ഇല്ല. അവന്, രാമന്, മകന് എന്നൊക്കെ പറയാ അല്ലെ? അപ്പൊ അങ്ങനെ ഇൻ ചേർന്ന് വരുന്ന വാക്കിന്റെ കൂടെ എപ്പോഴും ഏതാണ് ചേർക്കുക? ഉദ്ദേശികയുടെ പ്രത്യയമായിട്ട് ന് എന്നുള്ളതാണ് ചേർക്കുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് സംബന്ധികയാണ്. സംബന്ധിക്കുകയും 2 പ്രത്യയങ്ങളുണ്ട്. ഉടെ, ഇന്റെ. ഇപ്പൊ ഞാൻ പറയണേ എന്റെ, സീതയുടെ, രാമന്റെ. ഇപ്പൊ എന്റെ വരുന്നത് ഏതിന്റെ കൂടെയാണ്? ഇന്നിൽ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ചിലക്ഷരത്തിൽ അവസാനിക്കുന്ന പദങ്ങളുടെ കൂടെയാണ് ഇന്റെ വരിക അല്ലെ? രാമന്റെ, അവന്റെ എന്ന് പറയുന്നത്. സീതയുടെ എന്ന് പറയും, അവനുടെ എന്ന് നമ്മൾ ചിലപ്പോൾ പറയും, രാമനുടെ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് അങ്ങനെ പറയുന്നതിനേക്കാൾ എളുപ്പം രാമന്റെ, അവന്റെ എന്ന് പറയുന്നതാണ് എളുപ്പം. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്ത സംയോജികയാണ്. സംയോജികയുടെ പ്രത്യയം ഓട് എന്നുള്ളതാണ്. ഓട്. അവനോട്, എന്നോട്, സീതയോട്, രാമനോട് എന്ന് പറയുന്നത് ഓട് എന്ന പ്രത്യയം വരുന്നു. ഇനി ഇതുകൂടാതെ ഉള്ള വിഭക്തിയാണ് പ്രതിഗ്രാഹിക വിഭക്തി. പ്രതിഗ്രാഹികയുടെ പ്രത്യയം എ എന്നുള്ളതാണ്. എന്നെ, സീതയെ, രാമനെ, അവളെ, അവനെ എന്നൊക്കെ പറയുന്നത് ഇതിന് ഉദാഹരണമാണ്. ഇനി പ്രയോജിക. പ്രയോജികയുടെ പ്രത്യയം ആലാണ്. എന്നാൽ, സീതയാൽ, അവനാൽ, ഇന്നാൽ എന്നൊക്കെ പറയുന്നത് അതിന് ഉദാഹരണമാണ്. അടുത്തത് ആധാരികയാണ്. ആധാരികയാണ് ഇൽക്കൽ എന്നുള്ളതാണ്. ഇൽക്കൽ. ഇൽക്കൽ എന്ന് പറയുമ്പോൾ എന്നിൽ, സീതയിൽ, നിന്നിൽ, പഠിക്കൽ, കാൽക്കൽ എന്നൊക്കെ പറയുന്നത് ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, നമുക്കിത് ഓർത്ത് വെക്കാൻ എളുപ്പം എങ്ങനെയാണ്? ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു പാട്ട് പോലെ പഠിച്ചു വയ്ക്കാം. ഈ പാട്ട് നമ്മുടെ കേരള പാണിനീയത്തിൽ തന്നെ ഉള്ളതാണ്. തന്മ, നിർദ്ദേശിക, കർത്ത, പ്രതിഗ്രാഹിക, കർമ്മമേ, ഓട്, സംയോജിക, സാക്ഷി, സ്വാമി, ഉദ്ദേശിക, കേന്, കാൽ, പ്രയോജികയാം, ഹേതു, ഉടേ, സംബന്ധിക, സുത, ആധാരാധികരണം, ഇൽ, കൽ, പ്രത്യയമായവ എന്ന് ഈ ഒരു കാരിക പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം കിട്ടും. ഇനി അതില്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക. നിപ്രസം, ഉപ്രസം, എന്ന് പഠിക്കുക. നീ എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക, പ്ര എന്ന് പറഞ്ഞാൽ പ്രയോജി, പ്രതിഗ്രാഹിക, സം എന്ന് പറഞ്ഞാൽ സംയോജിക, ഉ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക, പ്ര എന്ന് പറഞ്ഞാൽ പ്രയോജിക, സം എന്ന് പറഞ്ഞാൽ സംബന്ധിക, ആ എന്ന് പറഞ്ഞാൽ ആധാരിക. ഓക്കെ, അപ്പം ഓർഡർ ഓർത്ത് വയ്ക്കാൻ ഇങ്ങനെ പഠിച്ചിരുന്നാലും മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏത് രീതിയിൽ പഠിച്ചാലാണ് ഓർമ്മ കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് സന്ധിയാണ്. നമ്മളെപ്പോഴും പറയുന്നതാണ്. സന്ധിയും സമാസവും ഇട്ടിട്ട് ഒരു കളി നമുക്ക് കേട്ടിട്ടില്ല. അപ്പോൾ സന്ധിയിലാണ് നമ്മൾ പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്തൊക്കെ വരുന്നത്. അപ്പൊ ഇത് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ള ഒരു ചോദ്യമാണ് തന്നിട്ടുള്ളത്. മഴ അധികം ഇല്ല, കൈ അധികം അക്ഷരം, വഴി അധികം അമ്പലം, ആയി അധികം എങ്കിൽ. ചേർത്തെഴുതി നോക്കിയാൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്ന് നമുക്ക് കിട്ടും. നമുക്ക് ഓരോന്ന് എഴുതി നോക്കാം. മഴ അധികം ഇല്ല, മഴയില്ല എന്ന് എഴുതാം അല്ലെ. കൈ അധികം അക്ഷരം, കൈ അക്ഷരം.
അടുത്തത് വഴി അധികം അമ്പലം, വഴിയമ്പലം. ആയി അധികം എങ്കിൽ, ആയെങ്കിൽ. ഓക്കെ, ഏതാണ് ഇതില് ഒറ്റപ്പെട്ടത്, ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തതാണ്? ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ടാണ് നോക്കൂ, ആദ്യത്തെ 3 ഓപ്ഷനിലും നമ്മൾ ചേർത്തെഴുതിയ സമയത്ത് അവിടെ പുതിയൊരു അക്ഷരം കടന്നു വരുന്നുണ്ട്. ഏതാണ്? യാ എന്നുള്ള ഒരു അക്ഷരം കടന്നു വരുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ യായോ വായോ വരുന്ന പുതിയൊരു അക്ഷരം കടന്നു വരുന്ന സന്ധിയെ നമ്മൾ എന്ത് സന്ധി എന്നാ വിളിക്കുക? ആഗമസന്ധി എന്നാണ് വിളിക്കുക അല്ലെ? അപ്പൊ ആദ്യത്തെ 3 ആഗമസന്ധിയാണ്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഡിയോ ആയി അധികം എങ്കിൽ ആയെങ്കിൽ എന്നാകുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആയിയിലെ ഈ ഇകാരം, അതായത് ഈ വള്ളി പോയിട്ട് എന്ത് ചെയ്യുന്നു? ഈ എ ഈ ആയോട് കൂടി ഈ എ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവിടെ ലോപിക്കുകയാണ് ചെയ്യുന്നത്. ലോപസന്ധിയാണ് വരുന്നത്. ഇകാരം ലോപിക്കുന്ന സന്ധിയാണ് ഇത്. അതായത് ലോപസന്ധി തന്നെ. എങ്കിൽ എന്ന് വരുന്നത് ലോപസന്ധിയാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റു 2 സന്ധികൾ ഏതൊക്കെയാണ്? ആദേശസന്ധിയും അതുപോലെ തന്നെ ദ്യുക്തസന്ധിയുമാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 സന്ധി, ഒന്ന് ആദേശസന്ധിയും ഒന്ന് ആഗമസന്ധിയാണ് എപ്പോഴും ചോദിക്കുന്നത്. ആഗമസന്ധിയിലൊക്കെ ഉദാഹരണങ്ങൾ, ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദേശസന്ധിയിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങൾ: വിണ്ടലം, കന്മദം, പിൽക്കാലം, തിരുമുൽക്കാഴ്ച, നെന്മണി, കണ്ണീർ, അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നമ്മുടെ റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഏരിയകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിവിഷൻ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ എക്സാമിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ വഴി ഡെയിലി ബേസിസിൽ ഓരോ ടോപ്പിക് ബേസ് ആയിട്ട് ക്വിസുകൾ ഇടുന്നുണ്ട്, ഷോർട്ട് നോട്ടുകൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1-2 ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്ത് മാർക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ എക്സാമിനെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഈ ഒരു എക്സാം എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.